ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മുസ്ലിങ്ങളെ വിഷമിപ്പിക്കാനോ ഹിന്ദുക്കളെ വിഷമിപ്പിക്കാനോ ഇവിടെ അടികൂട്ടാനോ ഒന്നുമല്ല. പക്ഷെ സംഘികൾ പറയുന്ന കള്ളത്തരൊന്ന് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. സംഘികൾക്ക് ഈ എമ്പുരാൻ സിനിമ എവിടെ പൊള്ളിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആരാധ്യ പുരുഷനായ ബാബു ബജ്രംഗി ഉണ്ടല്ലോ, കൂട്ടക്കൊലപാതക കേസ് അതിലെ പ്രതി, ഒരുപാട് അവളെ കത്തിച്ചു കൊന്ന ബജ്രംഗിന്റെ പേര് വന്നതാണ് അവർക്ക് ഏറ്റവും പൊള്ളിയത്. പിന്നെ എന്നെ ഭീഷണിപ്പെടുന്ന സംഘികളോട്, എൻ്റെ പേര് മോഹൻലാൽ എന്നല്ല, എൻ്റെ പേര് വരുൺ എന്നാണ് കേട്ടോ. നല്ല ഹിന്ദുവാണ്, സംഖ്യയല്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ബജ്രംഗി മുന്നേ കൊടുത്തൊരു അഭിമുഖം നമ്മളെ ഒരു ചാനൽ അത് ഒളിക്യാമറയായിട്ട് എടുത്തതാണ് കേട്ടോ. നമുക്ക് ആ അഭിമുഖത്തിലെ കുറച്ച് വാക്കുകൾ കേൾക്കാം. पुलिस सामने खड़ी थी, देखते थे, सब कुछ होता था, मगर पुलिस ने मुंह बंद और आंख बंद कर दी थी। एक ही नाका था, एक ही सोसाइटी का एक ही नाका है, फिर पूरा पार्टी शुरू होता है, मुसलमान शुरू होते हैं। पुलिस वापस 50 साइड खड़ी थी, शुरू होती थी. ഈ നരേന്ദ്രഭായി ഈ ബാബു ബജ്രംഗി പറയുന്നത് ആരെയാണെന്നറിയാം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന നരേന്ദ്രനല്ല കേട്ടാ, നമ്മളെ സിനിമയിലെ നരേന്ദ്രപ്രസാദിനെയാണ്. അതാണ് സംഖ്യകൾ പറഞ്ഞു വരുന്നത്. പോലീസ് സപ്പോർട്ട് ചെയ്തെന്ന് അയാൾ പറയുന്നു ഈ കൊലപാതകം നടത്താൻ വേണ്ടിട്ട്. അടുത്ത് കേൾക്കാം നമുക്ക്. और उसके बाद ढूंढ के पुलिस के पास भी जाते थे। हम लोग तो जिप जो बोलते हैं वहाँ पे सलीम करके था, जो लौड़ा पार्टी का थोड़ा ताजा माना जा रहा था, वो तो सब जिप के अंदर घुस गया था, तो भाग गया था, जिप के अंदर घुस गया था। तो पुलिस हमने खुद उसको पकड़ के खींच के मारना है, तो बोलते पुलिस वालों बोले इसने मारी ना, उसको बोले मार ही डाला, जिंदा छोड़ेगा तो बयान देगा, बोले थोड़ा दूर ले जाके बोले कर दिया. ഞാനിത് പറയാൻ കാരണം ഒരുപാട് ഹിന്ദി അറിയാത്തതുകൊണ്ട് ഈ അഭിമുഖം കണ്ടവർക്ക് തന്നെ കുറെയൊക്കെ മനസ്സിലാകും. എന്നോട് 2-3 പറഞ്ഞേ അതൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതെന്ന് വെച്ചാല് അവിടെ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാളാ, പോലീസിന്റെ അടുത്തേക്ക് ഈ സലീം ഓടി. ഈ ബജ്രംഗിന്റെ ടീമിനെയും കണ്ടപ്പം കൊല്ലാൻ വരുന്നത് കണ്ടിട്ട് പോലീസിന്റെ അടുത്തേക്ക് ഓടി. അപ്പൊ പോലീസുകാർ ഈ സലീമിനെ പിടിച്ചിട്ട് ഈ ബജ്രംഗിന്റെ ടീമിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് കൊല്ല് അവനാണ്. പോലീസുകാർ ഈ ടീമിന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് ഇവരോട് പറയുന്ന ആ സലീമിനെ കൊല്ലുന്നു. എത്ര അവസ്ഥ അല്ലേ? അതിൽ ഈ പച്ചക്ക് പറയുന്ന ചങ്ങായി. അടുത്ത കേൾക്കാം. അത് സത്യാവസ്ഥയാന്ന് ചോദിക്കാം. അടുത്ത നാട്ടുകാർ പറയുന്ന വീഡിയോ ഉണ്ട് നിങ്ങൾ. पुलिस ने कुछ भी नहीं करा, कुछ भी नहीं करा। हमारे को यूं कह रही है, बोला इनको जाके मार डालो। पुलिस ने कुछ नहीं किया, तम्बू बांधेला है। पुलिस वाले अंदर घुस गए। സംഘികളെ മുന്നിൽ പോലീസാ ഉള്ളേ. പോലീസാണ് ഒരുപാട് വെടിവെക്കുന്നത്. സംഘികൾ പിന്നിന്ന് കല്ലെടുത്തറിയുന്നു. പോലീസ് വെടിവെക്കുകയാണ് മുസ്ലിങ്ങൾക്ക് നേരെ. അത്രയൊക്കെ അതിൻ്റെ അത് മർദ്ദനം കിട്ടിയത്. ഇത് മരണപ്പെടാത്ത ആൾക്കാരുടെ വാക്കുകളാട്ടാ. തെളിവാണ്. സംഘികൾക്ക് തെളിവില്ല, പക്ഷെ ഇതിന് തെളിവുണ്ട്. ഈ സംഘികളുടെ ആക്രമണത്തിന് തെളിവുണ്ട്. തെളിവ് സഹിത ഓരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും പക്ഷെ സംഘികൾ സമ്മതിക്കൂല. ഇതെല്ലാം ചിലപ്പോൾ അവർ ഡിലീറ്റ് ആയി കളയും. ചിലപ്പോൾ എൻ്റെ ചാനൽ വരെ അവർ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞേക്കാം. എന്നാലും കുഴപ്പമില്ല, പറയാനുള്ളത് പറഞ്ഞു പറ്റും. പറഞ്ഞ ഒരാളെ കൊന്നിട്ടാകുമ്പോ അയാൾക്ക് രസം എന്നാ പറയുന്നത്. ഭയങ്കര രസാ പോലും ഒരാളെ കൊന്നിട്ടാകുമ്പോ. മസ എന്ന് പറഞ്ഞാല് സന്തോഷവും രസവും. ഒരാളെയും വിട്ടില്ല. അയാൾ പറയുന്നത് കുട്ടികളെയും സ്ത്രീകളെയും എല്ലാത്തിനെയും കൊല്ലും. കൊന്നോന്നോ ഇയാളെ പറഞ്ഞല്ലോ, കൊന്നോന്ന്, കുട്ടികളടക്കം കൊന്നോന്ന്. എന്ത് അഭിമാനത്തോടെ പറയുന്നത്. ഈ വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയ കിട്ടിയെന്ന്, യൂട്യൂബിലുണ്ട് ഈ വീഡിയോ എല്ലാം. എന്നിട്ട് ആ സംഘികൾ പറഞ്ഞ അങ്ങനെ ഒരു സംഭവം നടന്നില്ലെന്ന്. ഇവർ ആരാധ്യ പുരുഷനാ പറയുന്നു. ബജ്രംഗി, ബാബുഭായ് ബജ്രംഗി മനുഷ്യനാണ് ഇയാളെല്ലാം. അത് പറഞ്ഞിട്ടാ ഈ ശവം ഇങ്ങനെ കൂട്ടിയിട്ട് സിനിമയിൽ കാണുന്ന പോലെ പോലും ശവം ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുക ചെയ്തേ. അത് എടുക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോഗ്രാഫർ വന്നല്ലോ. ആ വീഡിയോഗ്രാഫറേയും അവർ അതിന്റെ കൂട്ടിയിട്ട് കത്തിച്ചു. അവസ്ഥ അപ്പോഴേ മാധ്യമങ്ങൾക്ക് ഇതാ അവസ്ഥ അവിടുത്തെ. അപ്പൊ ഇപ്പത്തെ മാധ്യമങ്ങളെ കാര്യം പറയണ്ടല്ലോ. ഇതെല്ലാം ആരോ യൂട്യൂബിൽ ഇട്ടുകൊണ്ട് അതായത് സംഖ്യകൾ ശരിക്കും കാണാത്തോണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു.
आदमियों ने उसको इतना बेरहमी से मारा कि उसने अपने हाथों पे जब तक उसके कलाइयों में दम रही, वो आप ही जैसा नौजवान था। फिर वो जब गिर गया तो टायर जलाया और यहाँ से और यहाँ तक टायर रख के ऐसा जला कि पैर, एड़ियाँ, हाथ रगड़ रगड़ के वो जगह वो वक्त अभी तक मुझे याद है। लेकिन मैं आँख भी बंद कर लेते थे और यूँ कान भी बंद कर लेते थे कि कहीं ऐसा ना हो मेरी चीख निकल जाए तो कम से कम 300 बच्चे और औरतें आज भी मारे जाते उस मकान के अंदर। ആ അമ്മ പറഞ്ഞിട്ടെന്നാ ഒരു പയ്യന വയറിന്റെയും നെഞ്ചിന്റെയും മുകളിൽ ടയർ വെച്ച് കത്തിച്ച് പച്ചക്ക് കത്തിക്കുക. എന്നിട്ട് അവന്റെ കൈ കാലുകൾ ഇങ്ങനെ പിടിച്ച് വലിക്കുക. എന്നിട്ട് ഈ അമ്മ അത് കണ്ടിട്ടുണ്ടല്ല, കരയാൻ കഴിയുന്നില്ല. കാരണം ഇവരെ കൂടെ വേറെ ഇവർ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ കൂടെ 100-300 ആൾക്കാർ വേറെ അവിടെ ഉണ്ടാവില്ല. ഇവരെങ്ങാനും കരഞ്ഞ ആ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആ 300 ആളെയും കൂടി ഇവർ കൊല്ലുന്നു. ഇവർ കൊന്നതിന് കണക്കില്ല, പക്ഷെ എന്നാൽ ആ 300 ആളെയും കൊല്ലുന്നു. ഇവരെ കൺമുന്നാണ് ആ ചെറുപ്പക്കാരനെ കൊല്ലുന്നു, ടയർ വെച്ച് കത്തിച്ചിട്ട്. इतना बड़ा हो जाएगा तो मेरा भी तकलीफ होगा। कभी सब अहमदाबाद से फिर सब सीरियल अलग अलग जगह से पोस्टमार्टम किया कि वहाँ से बताइए, वहाँ से बताइए, वहाँ से बताइए, उनको करना पड़ा। तो कोई करने वाले नहीं किया, कुछ भी नहीं हुआ। एक बार वो मीडिया वालों ने चुकाया था थोड़ा, और वो सब दर्द दबा के हमने तबलीग से अदालती गाड़ी बनाई। हमको गर्व है कि ऐसा एक बार 2 बार मौका आ जाए और भी तो और मरते मरते ये तो देखते। ആ പറഞ്ഞത് നമ്മൾ ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ശവശരീരങ്ങൾ പല പല ഭാഗത്തായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തല്ലോ. ഒരു സ്ഥലത്തുനിന്ന് കൊന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അത് പോട്ട്, അത് പോരാഞ്ഞിട്ട് ഈ ചങ്ങായി ലാസ്റ്റ് പറഞ്ഞെന്താ അറിയാം, ഇനി ഇതുപോലത്തെ അവസരം എനിക്ക് കിട്ടണം. ഇനി ഇതുപോലെ, അതായത് ഗുജറാത്തിൽ കൊലപാതകം നടത്തിയ പോലെ ഇനി അവസരം കിട്ടണം എന്ന് അയാൾ പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് 7 വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്ത് സർക്കാർ ഇയാൾ വെറുതെ വിട്ടത്. ഒരു സർക്കാർ ഇത്രയും കൊലപാതകം തുറന്നു പറഞ്ഞ ആളെ വെറുതെ വിട്ട്. പക്ഷെ നമ്മളെ സുഭാഷിണി അലിയാണെന്ന് തോന്നുന്നു CPM-ന്റെ ഒരു നേതാവ്, ഒരു വനിതാ നേതാവ് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി ഈ വെറുതെ വിട്ടവനെ പിടിച്ച് ആദ്യം ഉള്ളിലിട്ടുണ്ട്. ഇപ്പൊ അവർ ഉദ്ദേശിക്കുന്ന വീണ്ടും ഈ ബാബു ബജറംഗീനെ പോലെ ആളെ കൊണ്ട് കലാപം തന്നെയാണ്. അത് തുറന്നു പറഞ്ഞതാണ് എമ്പുരാന്റെ കുഴപ്പം. സംഘികളെ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറയുന്ന വെച്ചാൽ ഈ സത്യാവസ്ഥ പുറത്തു വരാൻ കാരണമായി എമ്പുരാൻ, ഇവർ പറഞ്ഞ കള്ളത്തരാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ ഓൾറെഡി ചരിത്രമായിട്ട് ഇവിടെ ഉണ്ട്, നിങ്ങളെ കൺമുന്നിലുണ്ട്. നമ്മൾ പറഞ്ഞ സത്യാവസ്ഥ ഒന്നും കൂടി കാണിക്കാൻ എമ്പുരാൻ കാരണമായി. നിങ്ങൾ എന്തൊക്കെ എമ്പുരാനിൽ കട്ടാക്കിയാലും ആരൊക്കെ മാപ്പ് പറഞ്ഞാലും സത്യം സത്യമായിട്ട് തന്നെ ഇരിക്കും. മാപ്പ് പറയുന്നത് നിങ്ങളെ പേടിച്ചിട്ടാണ് കേട്ടോ. ഒരാൾ നിങ്ങളെ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയും പേടിച്ച്, നിങ്ങൾ അത്രയും ഒരു എന്താ പറയണ്ടേ, ഒരു വൃത്തികെട്ട സാധനമായോണ്ടാണ് നിങ്ങളെ പേടിക്കുന്നത്. ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. നിങ്ങളാരും ബഹുമാനിക്കുന്നില്ല, പേടിക്കുന്നു. നിങ്ങളവിടെ മുസ്ലിം കൂട്ടഹത്യ നടത്തിയിട്ടുണ്ട് സംഖ്യകളെ ഒരുപാട്. അവിടെ ഹിന്ദുക്കൾ മരിച്ചിട്ടില്ല എന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നിട്ടേ ഇല്ല, മുസ്ലിങ്ങളാടെ ക്ഷയം പിടിച്ചിട്ടാ മരിച്ചെന്നെല്ലാം പറഞ്ഞുകൊണ്ടായി പറയുന്നത്. സത്യം പുറത്തു വരട്ടെ. സംഖ്യകൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടേ ഇരിക്കുക. ആൾക്കാർ പൃഥ്വിരാജ് അല്ലെങ്കിൽ മുരളി ഗോപി അല്ലെങ്കിൽ ആരെങ്കിലായിട്ട് സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളത് മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും സത്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയാലും എന്റെ കമന്റ് ബോക്സിലും വന്നിട്ട് ഇങ്ങനെ തെറിവിളിയും തൂറിയിടലും കണ്ടുകഴിഞ്ഞാൽ ഞാൻ പേടിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, എന്റെ പേര് മോഹൻലാൽ അല്ല, മാപ്പ് പറയാൻ പറ്റില്ല. എന്റെ പേര് വരുൺ എന്നാണ്, എന്റെ അച്ഛന്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ നിങ്ങളെ പേടിക്കൂല. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് ചെയ്തോട്ടാ. ഓക്കെ എന്നാലും.